ഉയർപ്പ് അഞ്ചാം ഞായർ. വചനവിചിന്തനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 21, വചനങ്ങൾ 1 മുതൽ 14 വരെ. തിബേരിയാസ് കടൽ തീരം ഇന്ന് നമ്മെ ആത്മീയ ചിന്തകളുടെ തീരത്തേക്കും കണ്ടുമുട്ടലിൻ്റെ ഓരത്തേക്കും നയിക്കുകയാണ്. ക്രമേണയുള്ള ഒരുപാട് വെളിപാടുകളുടെ പ്രഭാതത്തിലാണ് നമ്മൾ അവിടെ എത്തുന്നത്. കടൽ പ്രഭാത സൂര്യൻ്റെ തലോടലേറ്റ് ഉണരുകയാണ്. തളർന്ന കരങ്ങളോടും ഹൃദയങ്ങളോടും കൂടി വഞ്ചിയിൽ കരയിലേക്ക് തുഴഞ്ഞു വരുവാൻ ഒരുങ്ങുന്ന ഒരു സംഘം മീൻപിടുത്തക്കാരെ അധികം അകലെയല്ലാതെ നമ്മുടെ കണ്ണുകൾക്ക് ദൃശ്യമാവുകയാണ്. അവരുടെ കണ്ണുകൾ ഉറക്കത്തെ കൊതിക്കുന്നു. അധ്വാനത്തിൻ്റെ അർത്ഥമില്ലാത്ത ഒരു രാത്രി അവസാനിക്കുമ്പോൾ കൂടെ കൊണ്ടുവരുവാൻ നേട്ടങ്ങൾ ഒന്നും തന്നെയില്ല. കരയിലേക്ക് കണ്ണുകൾ തിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു അപരിചിതനെയാണ്. അയാളുടെ പിന്നിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പുണ്ട്. പ്രഭാത സൂര്യനോടൊപ്പം അത് പൊട്ടിവിടരുന്ന പ്രഭാതത്തിന് അകമ്പടി സേവിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുമ്പോൾ എല്ലാറ്റിനും ഒരു പുതുമയുണ്ട്. കടലിൻ്റെ മർമ്മരാരവും പക്ഷികളുടെ ഉണർത്തുപാട്ടും പ്രകൃതിക്ക് ഉണർവേകുന്നു. അവിടെയപ്പോൾ ആരെങ്കിലും ഒരു വാക്കുച്ചരിച്ചാൽ അത് അകലെ കേൾക്കാം. അപരിചിതൻ എന്ന് കരുതിയ ആ മനുഷ്യൻ കടലിൽ നിന്നും മടങ്ങാൻ ഒരുങ്ങുന്നവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഉത്തരം മറുവശത്തു നിന്നും വരുവാൻ ഏതാനും നിമിഷങ്ങളെടുത്തു. ഇല്ല. ആ നിഷേധത്തിൽ നിരാശയുണ്ടായിരുന്നു. അപരിചിതൻ ആയവനിൽ നിന്നും തുടർന്നു വന്ന വാക്കുകൾ അവർക്ക് ഉറപ്പും പ്രതീക്ഷയും ഉണർത്തുന്ന ഒരു നിർദ്ദേശം ആയിരുന്നു. വള്ളത്തിൻ്റെ വലതുവശത്ത് വല വീശുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അകലെ നിന്ന് ആ മനുഷ്യൻ എങ്ങനെ അതെല്ലാം കണ്ടറിഞ്ഞു? ആ വാക്കുകളുടെ വലയിൽ അകപ്പെട്ട അവരുടെ മനസ്സ് ആ നിർദ്ദേശത്തിന് വിധേയരായി. അവർ വലയിട്ടു. വലയ്ക്ക് സമ്മർദ്ദവും ഭാരവും കൂടി. വല നിറയുന്ന മത്സ്യങ്ങളുടെ സാന്നിധ്യം അവർ കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. അവരുടെ ഹൃദയങ്ങളുടെ ഭാരം കുറയുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. പിന്നെ തിരിച്ചറിവിൻ്റെ നിമിഷങ്ങൾ. വള്ളത്തിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ ഈശോയുടെ ശിഷ്യന്മാരിൽ 7 പേർ ആയിരുന്നു. അവരുടെ പേരും ഇന്നത്തെ വിശേഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സുവിശേഷകൻ വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെയും പ്രത്യാശയുടെയും തീരത്തു നിന്നും അകന്നു പോയവർ തീരം തേടുകയായിരുന്നു. തങ്ങളുടെ നാഥനെ നഷ്ടപ്പെട്ടവർ പഴയ തൊഴിലിലേക്ക് ഒരു ദിവസത്തേക്കാണെങ്കിലും പിന്തിരിയുകയായിരുന്നു. ഉത്ഥിതൻ എന്ന നിലയിൽ 2 പ്രാവശ്യം അവർക്ക് കർത്താവിൻ്റെ ദർശനമുണ്ടായെങ്കിലും നാഥൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള ഉറപ്പ് അവരുടെ മനസ്സിനെ ഇതുവരെയും സ്വസ്ഥമാക്കിയില്ല. അവരുടെ കണ്ണുകൾക്ക് അവരുടെ കാഴ്ചയെ വിശ്വസിക്കാനായില്ല. കാണേണ്ടത് കണ്ണുകൊണ്ടാണോ? കണ്ണുകളെ വിശ്വസിക്കാമോ? പൊട്ടിവിടരാൻ തുടങ്ങുന്ന പ്രഭാതത്തിലെ അവ്യക്തത പോലെയായിരുന്നു അവരുടെ കണ്ണുകൾ കാണുന്നവയിലും. കേൾവിയിൽ തുടങ്ങിയ പ്രത്യാശയുടെ ഉണർവിൽ അപരിചിതനെന്ന് അതുവരെ കരുതിയിരുന്നവനെ അവർ തിരിച്ചറിഞ്ഞു. 7 പേരിൽ ഒരുവനായ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അത് കർത്താവാണ്. അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ഉണർത്തി. പത്രോസ് നീന്തി കർത്താവിൻ്റെ പക്കലേക്ക് നീങ്ങി. മറ്റുള്ളവർ വെള്ളത്തിലും. ഉയർപ്പിൻ്റെ അനുഭവം പൊട്ടിവിടരുന്ന പ്രഭാതം പോലെയാണ്.
പ്രകാശം കൂടിക്കൂടി വരുന്നു. കരയ്ക്ക് നിന്നും വിളിച്ചു ചോദിക്കുന്ന ശബ്ദത്തിൻ്റെ ഉറവിടം വ്യക്തമാകുന്നു. അതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചറിയുന്നു. കുഞ്ഞുങ്ങളെ എന്ന് മറ്റാരും വിളിക്കുകയില്ല, കർത്താവല്ലാതെ. കരയ്ക്കടുക്കുമ്പോൾ അവർ കാണുന്നത് അമ്മയ്ക്ക് പകരം നിൽക്കുന്ന ഒരുവനെയാണ്. തീ കൂട്ടി പൊരിച്ച മീനും അപ്പവും ഒരുക്കി അവർക്കായി കാത്തിരിക്കുന്ന ഒരു സ്നേഹഹൃദയത്തെ. പിന്നെ രാത്രിയുടെ നിരാശയും ഉറക്കമില്ലായ്മയുടെ ക്ഷീണവും അവരിൽ തിരിച്ചറിയുന്ന ആ സാന്നിധ്യം അവരെ ക്ഷണിക്കുകയാണ്. വന്ന് പ്രാതൽ കഴിക്കുവേൻ. അവരുടെ കണ്ണുകൾ തുറന്നു. അത് കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നെ അവർക്ക് സുപരിചിതമായ ഒരു പ്രവൃത്തിയും. യേശു അടുത്ത് ചെന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ മത്സ്യവും. ആ ശിഷ്യന്മാർ ആദ്യം തിരിച്ചറിഞ്ഞത് അവിടുത്തെ ഹൃദയമാണ്. ഉത്ഥിതനായ നാഥൻ മൂന്നാം പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരു അമ്മയുടെ ഹൃദയത്തോടെയാണ്. അമ്മയാണ് കുഞ്ഞിൻ്റെ വിശപ്പ് തിരിച്ചറിയുന്നത്. അമ്മയാണ് വിളിയിലൂടെ കുഞ്ഞിൻ്റെ ഹൃദയത്തെ തലോടി ഉണർത്തുന്നതും തൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതും. ജീവിതത്തിൻ്റെ തീരങ്ങളിൽ എത്തിച്ചേർന്നവർ നിരാശയ്ക്ക് പ്രതീകമാകാവുന്ന കടലിലേക്ക് നടന്ന് അകന്നവരാണ്. അവർ തിരിച്ചു വരുന്നത് ഒരു സാന്നിധ്യത്തിലേക്കാണ്. അത് അവരുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ സാന്നിധ്യം എന്ന് കരുതിയിരുന്നവൻ്റെ പക്കലേക്കാണ്. അങ്ങനെ കർത്താവ് വീണ്ടും അവർക്ക് സാന്നിധ്യമായി. അവിടുന്ന് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി. വീണ്ടും അവർ തിരിച്ചറിഞ്ഞു, അവിടുത്തെ ചുറ്റുമാണ് ശിഷ്യന്മാരുടെ ജീവിത ചംക്രമണം ചെയ്യാൻ തുടങ്ങിയത്. ആ കേന്ദ്രം അവർ വീണ്ടും കണ്ടെത്തി. മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കേന്ദ്രീകരണം വഴി, അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് ആ ആത്മീയ അവസ്ഥയ്ക്ക് പേരുകൊടുക്കാം. അവരുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിൽ അവർ കണ്ടെത്തിയത് കർത്താവിനെയാണ്. ഉത്ഥിതൻ്റെ സ്വയം വെളിപ്പെടുത്തൽ സ്നേഹമായിട്ടാണ്, അതും മാതൃസ്നേഹമായിട്ടാണ്. അമ്മ കുഞ്ഞിന് സാന്നിധ്യ അനുഭവമാണ്. അത് കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കപ്പെട്ട ആ കൊച്ചു മനുഷ്യർ തിരിച്ചറിഞ്ഞു. ഭക്ഷണത്തിൻ്റെ പങ്കുവയ്ക്കലിൽ, വന്ന് പ്രാതൽ കഴിക്കുക എന്ന ചേർത്തുപിടിക്കലിൽ. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നത് ഏതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്? താത്വികവും ദൈവശാസ്ത്രപരവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? ഹൃദയം തെളിവുകൾക്ക് മുൻപേ ഓടുന്നത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ലേ? ഉത്ഥാന രഹസ്യം ഹൃദയത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നത് ഒരു തുറന്ന് ഇറങ്ങലിലൂടെയാണ്. അത് ഹൃദയത്തിൻ്റെ ഒരു അന്വേഷിച്ചിറങ്ങലാണ്. കർത്താവിൻ്റെ ഉത്ഥാനം നമ്മുടെ ഉത്ഥാനത്തിൻ്റെ ഉണർത്തുപാട്ടാകുന്നത് ഈ അർത്ഥത്തിലാണ്. അവിടുന്ന് ഉത്ഥിതനായി നമുക്ക് മുൻപേ പോയിട്ടുണ്ട് എന്ന് ആദ്യമേ തിരിച്ചറിയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിലാണ്. അതുപോലെ മറഞ്ഞു പോകാത്ത സാന്നിധ്യമായി നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ മധ്യമായി അവിടുന്ന് നമ്മുടെ ഇടയിലുണ്ട് എന്ന ഉറപ്പ് ഹൃദയത്തിൻ്റെതാണ്. ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിലാണ് ഉത്ഥിതനെ നമ്മൾ തിരിച്ചറിയുന്നത്. സമയത്തിൻ്റെയും വ്യാപിയുടെയും അതിർത്തികൾക്കും അപ്പുറം നിത്യത പിറക്കുന്നിടത്താണ് ദൈവത്തെ നമ്മൾ കണ്ടെത്തുന്നത്. ഒരിടം എന്ന പേര് പറയാൻ പറ്റാത്ത ആന്തരികതയുടെ സാന്നിധ്യത്തെയാണ് ഞാൻ ഹൃദയം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആകമാനമുള്ള സ്പന്ദനവും ചലനാത്മകതയും സജീവത്വവും നമ്മൾ അനുഭവിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയം തേടുന്നത് നിത്യതയെയാണ്. ഇവിടെയാണ് ഉത്ഥാന രഹസ്യം എനിക്ക് ഗ്രാഹ്യമാകുന്നത്. റബോനി, നാഥൻ എന്നൊക്കെ വിളിക്കുവാൻ എന്നെ പഠിപ്പിക്കുന്ന ഹൃദയമാണ് ആദ്യമായി ഉത്ഥിതനെ തിരിച്ചറിയുന്നത്.
ഏവർക്കും ഹൃദയപൂർവ്വം ആഴമേറിയ ഉത്ഥാന അനുഭവം നൽകുന്ന 5-ാം ഉയിർപ്പ് ഞായറിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.